ഇപ്പോൾ പാങ്ങോട് 4 പേരുടെ സംസ്കാരം നടക്കാൻ പോവുകയാണ്. അഷിൻ ഡിയാഗോ നമുക്കൊപ്പം. അഷിൻ ഡിയാഗോ, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അരങ്ങേറിയ അരും കൊലകളാണ്. അമ്മയെ കൊലപ്പെടുത്താൻ രാവിലെ തന്നെ ശ്രമിക്കുന്നു. അതിനുശേഷമുള്ള കൊലപാതകത്തിന്റെ ഒരു ടൈം ലൈനാണ് നമ്മൾ കണ്ടത്. 4:10 ആ കണക്കനുസരിച്ചാണെങ്കിൽ 5ാമത്തെ കൊലയും പ്രിയപ്പെട്ട അനുജനെയും കൊലപ്പെടുത്തി കഴിഞ്ഞിരുന്നു അഫാൻ. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയോ പാങ്ങോട്? സുജയ, നിലവിൽ ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിട്ടില്ല. 5 മണിയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ ഖബറടക്കം ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാനുള്ള ഈ പള്ളിയിൽ, താഴെ പാങ്ങോട് പള്ളിയിലാണ് ഈ 4 പേരുടെയും ഖബറടക്കം നടക്കുക. അവരുടെ ഖബറടക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ അല്പസമയം ഈ പള്ളിക്ക് മുന്നിലെ മദ്രസ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷമാകും ഈ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിവേഗം തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാനാണ്. കാരണം എത്രയും വേഗം സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാനാണ് ബന്ധുക്കളും അതുപോലെ തന്നെ പള്ളി ഭാരവാഹികളടക്കം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മദ്രസ ഹാളിൽ ഏതാണ്ട് 20 മിനിറ്റോളം ഈ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം ഈ മൃതദേഹങ്ങൾ പള്ളിക്കുള്ളിൽ കയറ്റി മയ്യത്ത് നമസ്കാരം ആരംഭിക്കും. മയ്യത്ത് സംസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനകൾ പൂർത്തിയാക്കി അതിവേഗം തന്നെ ഈ മൃതദേഹങ്ങൾ ഈ കാണുന്ന ഖബറിടങ്ങളിലേക്ക് എത്തിച്ച് ഖബറടക്കുക എന്നാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഈ 4 മൃതദേഹങ്ങളും ഒന്നിച്ചു തന്നെയാകും ഇവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. സൽമാ ബീബി, അതായത് ഈ പ്രതിയുടെ ഉമ്മയാണ് സൽമാ ബീബിയാണ്. സൽമാ ബീബി, അതുപോലെ തന്നെ പിതാവിന്റെ സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാഹിദ, അനിയൻ ഇന്ന് ഈ 4 പേരുടെ മൃതദേഹങ്ങളാണ്, ചേതനേറ്റ മൃതദേഹങ്ങളാണ് ഈ പള്ളിയിലേക്ക് എത്തിച്ച ഇവിടെ സംസ്കരിക്കുക. ഈ പള്ളിയുടെ നേരെ മുന്നിൽ തന്നെയാണ് ബന്ധുക്കൾക്ക്, അനുജനും അതോടൊപ്പം തന്നെ വാപ്പുമ്മയും അടക്കം 4 പേരുടെ സംസ്കാര ചടങ്ങുകളാണ് നമ്മുടെ അഷിൻ നിൽക്കുന്ന ഇടത്തേക്ക് അല്പസമയത്തിനകം നടക്കാൻ പോകുന്നത്.